റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോയാൽ ഭവന നിർമ്മാണത്തിന്റെ പേരിലെ തട്ടിപ്പിൽ മാസ്റ്റർ ബിൽറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കെതിരെ കൂടുതൽ പരാതികൾ. ഇതുവരെ 35ഓളം പരാതികളാണ് കമ്പനിക്കെതിരെ ലഭിച്ചത്. കമ്പനി സിഇഒ, ഡയറക്ടർ എന്നിവർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. ഒളിവിലുള്ള പാർട്ണറും മൂന്നാം പ്രതിയുമായ ശരത്തിനായുള്ള അന്വേഷണം ഊർജിതമാണ്. പ്രതികൾക്കായി മറ്റന്നാൾ കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. സുനിഷ അയിലൂരാണ് ചെയ്തത്. സുനിഷ, റിപ്പോർട്ടർ ഈ വാർത്ത വളരെ വിശദമായി തന്നെ നൽകിയിരുന്നതാണ്. ഭവന നിർമ്മാണത്തിന്റെ പേരിലുള്ള ഈ തട്ടിപ്പ് പല വീടുകളും പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. കൂടുതൽ പരാതികളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയായിരുന്നു ഇവരുടെ തട്ടിപ്പ് രീതി? വിശദാംശങ്ങൾ എന്താണ്? സുനിഷ, ഒളിവിലുള്ള പാർട്ണറും മൂന്നാം പ്രതിയുമായ ശരത്തിനായി ഇപ്പോഴും അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ്. കമ്പനിയുടെ സിഇഒയും ഡയറക്ടറും കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പല വീടുകളും പാതി വഴി നിർത്തിയിരിക്കുന്നതിന്റെ സാഹചര്യം. ഈ കമ്പനി പകുതി വഴിയിൽ നിർമ്മാണം ഉപേക്ഷിച്ചു പോയതുകൊണ്ട് തന്നെ പല വീടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. മേൽക്കൂര പോലും ഇല്ലാതെ ചില ചുമരുകൾ മാത്രമായൊക്കെ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ നൽകിയിരുന്നതാണ്. ഏതായാലും മാസ്റ്റർ ബിൽറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്കെതിരെയാണ് കൂടുതൽ പരാതികൾ ഉയർന്നിരിക്കുന്നത്, അല്ലേ സുനിഷ അയലൂർ? അതെ വിനീത, മാസ്റ്റർ ബിൽറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ പരാതി. വിനീത പറഞ്ഞതുപോലെ നമ്മൾ തന്നെ പലതവണ ഇവർക്കെതിരെ വാർത്ത നൽകിയതാണ്. ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ പലയിടത്തും ഇത്തരത്തിൽ വീട് നിർമ്മിച്ച് നൽകാമെന്നുള്ളതിന്റെ പേരിൽ പണം തട്ടുക എന്നുള്ളതാണ് നിലവിൽ പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത്. 10 കോടിയിലധികം രൂപ ഇതിന്റെ ഭാഗമായി ഇവർ തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ കമ്പനിയുടെ സിഇഒയും ഡയറക്ടറുമാണ് കഴിഞ്ഞ ദിവസം പറവൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നത്. പിന്നാലെ ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലാണ് ഇരുവരും ഉള്ളത്. ഇനി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. ശേഷമായിരിക്കും വിവിധ ഇടങ്ങളിൽ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഇനി മൂന്നാം പ്രതിയായ ശരത്തിനെ കൂടി ലഭിക്കേണ്ടതുണ്ട്. ഈ ആളുകളെല്ലാം പറയുന്നത് വെച്ച് ശരത്തിനും ഇതിൽ പ്രധാന പങ്കുണ്ട് എന്നുള്ളതാണ്. ശരത്താണ് പണം വാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത്. ഈ കമ്പനിയുടെ പാർട്ണർമാരിൽ ഒരാളാണ് ശരത്ത്. അതുകൊണ്ട് ശരത്തിനെയും വേഗം തന്നെ പിടികൂടണമെന്നുള്ള ആവശ്യമാണ് പരാതിക്കാരിൽ നിന്നും ഉയരുന്നത്. പ്രധാനമായും ഇയാൾക്കെതിരെയുള്ള അന്വേഷണം അത് ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ് എന്നുള്ളതാണ്. വിവിധ കേന്ദ്രങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന സിഇഒയും ഡയറക്ടറെയും ചോദ്യം ചെയ്യുന്നതിലൂടെ, കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്ത് അറിയുന്നതിലൂടെ കൃത്യമായി ശരത്ത് എവിടെ എന്നതുകൂടി മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വിനീത പറഞ്ഞതുപോലെ 35ലധികം പരാതികളാണ് നിലവിൽ ഇവർക്കെതിരെ ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി 12ലധികം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർ പിടിയിലായതിനു ശേഷം മാത്രം 4 പരാതികൾ പോലീസിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഇനിയും പരാതികൾ ലഭിക്കാനുള്ള ഒരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിൽ പരാതിയുമായി എത്തുമോ എന്നതുകൂടി പോലീസ് പരിശോധിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ശരത്തിനെ കണ്ടെത്തുക, ഈ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തുക, ഈ തട്ടിയെടുത്ത 10 കോടിയിലധികം രൂപ അത് കണ്ടുകിട്ടുക എന്നുള്ളത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരം നടപടികളിലേക്ക് കൂടി കടക്കുമെന്നുള്ളതാണ് വിനീത. ശരി, സുനിഷ അയിലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. കമ്പനിക്കെതിരെ കൂടുതൽ പരാതികൾ ഉയരുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ അന്വേഷണം